മേടിച്ചിട്ടോ കസ്റ്റമറിനാ ആസ്വലിയുടെ പടത്തിന് ഭയങ്കര ഫുള്ള ചിത്രത്തിന് കേട്ടാ നല്ല പട ഓക്കെ നല്ല തിരക്കണം പടത്തിന് ഭയങ്കര തിരക്കാ സൂപ്പറാ സൂപ്പർ പട ഇഷ്ടായി ശരിക്കും ലൈക്ക് അടിക്കണ്ടോ ഏരി പടന്ന് ഓക്കെ ഓക്കെ ഭയങ്കര തിരക്കാ രണ്ടാമത്തെ ഷോയ്ക്കും ഹൗസ്ഫുള്ളാണ് ആസ്വലിയുടെ പടത്തിന് ഭയങ്കര ഫുള്ള ചിത്രത്തിന് കേട്ടാ നല്ല പട ഓക്കെ സ്ത്രീകളുണ്ട് അപ്പൊ അങ്ങനത്തെ സ്ത്രീകളെ കൊടുന്നു കാട്ടുന്നു പുരുഷന്മാർ അനുഭവിക്കുന്ന വേദന. അപ്പൊ ഒരു കല്യാണം കഴിച്ചിട്ട് ഒരു സ്ത്രീ നമ്മുടെ നായകനെ വഞ്ചിക്കുന്നതും അത് വളരെ നല്ല രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് ആസിഫലി. പിന്നെ ഹരിശ്രീ അശോകന്റെ കഥാപാത്രം വളരെ മികച്ചതാണ്. പിന്നെ വിജയകുമാർ വക്കീലായി അതും വളരെയധികം നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ജഗദീഷിന്റെ റോളും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന റോള് തന്നെയാണ്. അതിൽ കൂടുതൽ മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു കഥാപാത്രം ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രമാണ്. കാരണം മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ ഹരിശ്രീ അശോകൻ അവതരിപ്പിക്കുന്നത്. നായിക പുതുമുഖമാണ്, കുഴപ്പമില്ല, വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ അതിലും നന്നായത് വക്കീൽ ജൂനിയർ വക്കീലായി അഭിനയിക്കുന്ന ഒരു നടിയുണ്ട് ആസ്ഫലിയുടെ കൂടെ. അതും വളരെ മികച്ച രീതിയിൽ അതിന് കൊടുത്ത കഥാപാത്രം. മൊത്തത്തിൽ ഈ പടത്തിന്റെ തിരക്കഥ, കഥ, അഭിനയം എല്ലാം വളരെ നല്ല ഒരു ചിത്രം തന്നെയാണ്. ഇതിന്റെ സംവിധായകനെയും എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന യഥാർത്ഥമായ ഒരു കഥയാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. അത് വളരെ നല്ല രീതിയിൽ അഭിനയിച്ച അഭിനേതാക്കളെല്ലാം അവരുടെ കഥാപാത്രത്തോട് നീതി പുലർത്തിയിട്ടുണ്ട്. 100% ടിക്കറ്റ് എടുത്ത് പോയി കണ്ടോ, നമുക്ക് ഒരിക്കലും പൈസ നടത്താൻ പറ്റില്ല. കോമഡിക്ക് കോമഡി, സെന്റിമെന്റ്സ് എല്ലാം ഒത്തിണങ്ങിയ ഒരു നല്ല കുടുംബ ചിത്രമാണ്. ഫാമിലിയായി പോയി കാണാം. ഒരു നല്ല ക്ലീൻ സിനിമയാണ്. റിവ്യൂ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏതെങ്കിലും ചാനലിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും നല്ല നല്ല ചിത്രങ്ങളുമായി വന്നാൽ അത് നല്ലതാണെന്ന് തുറന്ന് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ചീത്താണെങ്കിൽ ചീത്തയാണെന്ന് പറയാണ്ട് കോക്ക് കേക്കുമാരി എത്ര നല്ല പടം ഇറങ്ങിയാലും മോശം പടം എന്ന് പറയരുത്. കാരണം കോടിക്കണക്കിന് ഉറുപ്പിക ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സാണ് സിനിമ. അതിൽ എത്രയോ പേർക്ക് 10,000 പേർക്ക് ഒരു പടം ഉണ്ടെങ്കിൽ ജോലി കിട്ടുന്ന ഒരു മേഖലയാണ്. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ടൊരു നിർമ്മാതാവ് അഭിനേതാക്കളും കഷ്ടപ്പെട്ടൊരു പടം പിടിച്ചിട്ട് എത്ര നല്ലതായാലും ചീത്ത എന്ന് പറഞ്ഞ് റിവ്യൂ പറയുന്ന ഈ പോക്ക് കേക്ക് ഇവരെ നിങ്ങൾ റിവ്യൂ കാണരുത്. നിങ്ങൾ നല്ല രീതിയിൽ ഉള്ള പടമാണെന്ന് എന്നെ പോയി കാണുക. ഇത് തീർത്തും നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് ധൈര്യമായി ടിക്കറ്റ് എടുത്ത് തരിക്കും. ഓക്കെ, ബൈ.